പണി തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെറുമുക്ക് യൂത്ത് ഡിഫൻസ് ക്ലബിന്റെ സഹകരണത്തോടെ ചെറുമുക്ക് യൂത്ത് ഡിഫൻസ് ക്ലബ് പരിസരത്ത് വെച്ച് അഖില കേരള ഫെഡ്ലൈറ്റ് ഗോലികളി മത്സരം സംഘടിപ്പിച്ചു. മലബാറിലെ വിവിധ ജില്ലകളിൽ നിന്നായി 30-ൽ പരം മത്സരാർത്ഥികളാണ് ഗോലികളി മത്സരത്തിൽ പങ്കെടുത്തത്. മത്സരാർത്ഥികളെ കൊണ്ടും കാണികളെ കൊണ്ടും വേറിട്ട കാഴ്ചയായി മാറി. ശനിയാഴ്ച വൈകുന്നേരം 6:30 തുടങ്ങിയ മത്സരം പുലർച്ചെ 2 മണിക്കാണ് സമാപിച്ചത്. ആവേശകരമായ മത്സരത്തിൽ കൊടിഞ്ഞി പീലിയം കൂട്ടായ്മ 1-ാം സ്ഥാനവും KT യഹിയ ടീം ചെറുമുക്ക് 2-ഉം യാസ് ചെറുമുക്ക് 3-ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. മത്സരം തിരൂരങ്ങാടി താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ KK സുധീഷ് ഗോലി ഉരുട്ടിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മയുടെയും യൂത്ത് ഡിഫൻസ് ക്ലബിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അഖില കേരള ഗോട്ടി മത്സരം ഈ പ്രദേശത്ത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞുപോയ ഒരു തലമുറയുടെ ബാല്യകാല സ്മരണകളിലേക്ക് അവരെ കൊണ്ടുപോകാനും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും വേണ്ടി ഇങ്ങനെയൊരു ഗോട്ടി മത്സരം സംഘടിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ ആ ഉദ്യമത്തിന് പ്രചോദനമായി നാട്ടുകാരുടെ പിന്തുണയോടുകൂടി പ്രവർത്തിച്ച് മുന്നിട്ടിറങ്ങിയ നാട്ടുകാര്യം കൂട്ടായ്മയ്ക്കും അതിനോടൊപ്പം നിന്ന് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന യൂത്ത് ഡിഫൻസ് ക്ലബിനും മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഇതുപോലെയുള്ള പഴയ കാലങ്ങളിൽ ഓരോ ഗ്രാമത്തിൻ്റെയും ബാല്യകാല കളികളും അന്യം നിന്ന് പോയ കലാരൂപങ്ങളും ഒക്കെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും കായിക വിനോദങ്ങൾ ഒരു കാലഘട്ടത്തിൻ്റെ കഴിഞ്ഞുപോയ തലമുറയുടെ ഇഷ്ടവിനോദങ്ങൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിൽ ഇത്തരത്തിൽ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്ന ക്ലബ്ബുകൾക്കും കൂട്ടായ്മകൾക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ പ്രദേശത്തിൻ്റെ മുഖമുദ്രയായി പരിച്ഛേദമായി കലാ, സാംസ്കാരിക, കായിക, സാമൂഹ്യ സേവന കാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നും മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്ന നാട്ടുകാര്യം കൂട്ടായ്മ എന്ന കൂട്ടായ്മയ്ക്കും അവരോടൊപ്പം ഈ ഒരു ഉദ്യമത്തിന് സർവ്വ പിന്തുണയും നൽകി ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന യൂത്ത് ഡിഫൻസ് ക്ലബിനും ഈ ഉദ്യമത്തിൻ്റെ മുന്നിട്ടിറങ്ങിയ പിന്നണിയിൽ പ്രവർത്തിച്ച മുഴുവൻ സംഘാടകർക്കും ഹൃദ്യമായ ആശംസകളും പിന്തുണയും ഈ മത്സരത്തിന് എല്ലാ വിജയവും ആശംസിക്കുന്നു. ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് VP ഖാദർ ഹാജി അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ഒള്ളക്കൻ സിദ്ദീഖ്, കാരാട്ട് ബഷീർ, KP ദാവൂദ്, CMA അനസ്, EP സൈദലവി, മുസ്തഫ ചെറുമുക്ക് തുടങ്ങിയവർ സംസാരിച്ചു. PK ഖാലിദ്, ഒള്ളക്കൻ ഷാമിൽ, EK ഇജാസ്, കൂളത്ത് ഷാഹിൻ, PK ഷഹീർ, N ഷഹദ്, K മുനീർ, P അസ്കർ അലി തുടങ്ങിയവർ ഗോലികളിക്ക് നേതൃത്വം നൽകി. ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിലെ ചില്ലുഭാരണകളിൽ നിറയെ കടയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന ഗോലി അന്ന് ട്രൗസറിൻ്റെ പോക്കറ്റുകളിൽ നിറച്ച് മത്സരത്തിന് പോയിരുന്നൊരു ബാല്യം മിക്ക മലയാളികളും ഓർക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ യുവതലമുറയ്ക്ക് അത് അറിയാൻ സാധിക്കില്ല. പല നാടുകളിലും ഗോലികളി വ്യത്യസ്ത രീതിയിലാണെങ്കിലും എല്ലാ ഗോലി മത്സരവും സമാന്തര രീതിയിൽ 3 ചെറിയ കുഴികൾ തയ്യാറാക്കി അതിൽ ക്രമപ്രകാരം ഗോലി വീഴ്ത്തിയാണ് നടത്തിയിരുന്നത്. ഗോലി കളിക്കുന്നയാൾ ഓരോ കുഴിയും നിറയ്ക്കുന്നതിനോടൊപ്പം എതിരാളിയുടെ ഗോലികൾ ദൂരേക്ക് അടിച്ചു തെറിപ്പിച്ച് എതിരാളിയെ മുന്നേറാൻ വിടാതെയും വിജയിക്കുവാൻ ശ്രമിക്കും. 3 കുഴികളിലും 3 വീതം തവണ ഗോലി ഇറക്കി 9 പൂർത്തിയാക്കിയാണ് വിജയം കൈവരിച്ചിരുന്നത്. പരാജയപ്പെടുന്ന ആളുടെ കൈപ്പത്തി ചുരുട്ടിവെച്ച് അതിലേക്ക് ഗോലി കൊണ്ട് അടിച്ചും വളരെ ദൂരത്തേക്ക് കൈമുട്ടുകൊണ്ട് ഗോലി ഉരുട്ടിച്ചും വിജയിക്ക് എതിരാളിയെ ശിക്ഷിക്കാം. ഇപ്പോഴത്തെ കളി നേരെ വ്യത്യസ്തമാണ്. ഒരു ടീമിൽ 3 പേരാണ് മത്സരിക്കുക. 2 കുഴികൾ തമ്മിലുള്ള അകലം 10 സെന്റിമീറ്റർ വീതമാണ്. ഇത്തരത്തിൽ ത്രികോണ രൂപത്തിലുള്ള 10 കുഴികളാണ് ഉണ്ടായിരിക്കുക. 10 മുതൽ 100 വരെ പോയിന്റുള്ളവയാണ് കുഴികൾ.
ഒരു ടീം വിജയിക്കണമെങ്കിൽ 3 പേരും ചേർന്ന് 3 കളത്തിലായി ഒരേ സമയം ഓരോ ഗോലുകൾ വീതമോ ഒന്നിലധികം ഗോലുകൾ വെച്ചോ കുഴിയിലേക്ക് എറിയാവുന്നതാണ്. ഒരാൾക്ക് 10 ഗോല് വീതം, അങ്ങനെ 3 പേരും കൂടി ആകെ 30 ഗോലുകൾ കളത്തിൽ എറിയേണ്ടതാണ്. ആദ്യ റൗണ്ടിൽ 3 പേർക്കും കൂടി 1000 തികഞ്ഞില്ലെങ്കിൽ 1000 പോയിന്റ് എടുക്കണം. 1000 പോയിന്റ് നേടിയവർ വിജയിക്കും. കളിയിൽ 1000-ൽ കൂടുതൽ പോയിന്റ് നേടിയ ടീമുകൾക്ക് 3 പേരും 3 കളത്തിലായി ഓരോ സമയം ഓരോ ഗോലുകൾ വീതമോ ഒന്നിലധികം ഗോലുകൾ വെച്ചോ കുഴിയിലേക്ക് എറിയാവുന്നതാണ്. ഒരാൾ 10 ഗോല് വീതം 3 പേരും കൂടി ആകെ 30 ഗോലുകൾ കളത്തിൽ എറിയേണ്ടതാണ്. ആദ്യ റൗണ്ടിൽ 3 പേർക്കും കൂടി 1000 തികഞ്ഞില്ലെങ്കിലോ എതിർ ടീമിനും 1000 തികഞ്ഞില്ലെങ്കിലോ വീണ്ടും ഒരു പ്രാവശ്യം ഈ 2 ടീമിനും കളിക്കാം. ഇതിൽ 1000 തികയ്ക്കുന്നവർ 2ാം റൗണ്ടിലേക്ക് കയറുന്നതാണ്. 2 ടീമും 1000 കിട്ടിക്കഴിഞ്ഞാൽ 1000-ൽ അധികമുള്ള സംഖ്യയിൽ കൂടുതൽ കിട്ടിയവർ വിജയിയായിരിക്കും. എതിർ ടീം പുറത്തു പോകുന്നതാണ്. 1000-ഉം അതിന് മുകളിലും കിട്ടുന്നവരെ മുൻഗണനാക്രമപ്രകാരം 2ാം റൗണ്ടിൽ മത്സരിപ്പിക്കും. ആദ്യ റൗണ്ട്, 2ാം റൗണ്ട് എന്നിവ പിന്നിട്ടാൽ പ്രീ ക്വാർട്ടർ, ക്വാർട്ടർ, സെമി ഫൈനൽ, ഫൈനൽ എന്നീ ക്രമത്തിലേക്ക് എത്തിപ്പെടും. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.